ഹായ് ഓൾ, പിമ്പിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറച്ച് പേർക്കെങ്കിലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷന് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. നമ്മൾ പിമ്പിൾസിനെ കുറിച്ച് കേട്ടുമടുത്ത കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ. യൂട്യൂബ് വീഡിയോ ആയിട്ടും വായിച്ചറിഞ്ഞതും ഡോക്ടേഴ്സ് പറഞ്ഞതുമായിട്ടുള്ള ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂടിയിട്ടാണ്, ഹോർമോണൽ ഇൻബാലൻസ് ആണ്, ബാക്ടീരിയ ആണ്, ഡെഡ് സ്കിന്നാണ്, സ്കിൻ എക്സ്പോഷറാണ്, സൺ എക്സ്പോഷറാണ്, സൺസ്ക്രീൻ തേക്കൂ, അത് തേക്കൂ, ഇത് തേക്കൂ. എന്തുകൊണ്ടാണ് ഈ കാരണങ്ങൾ ഉണ്ടാകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഡോക്ടറും അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ഹോർമോൺ ബാലൻസ് ആണ്, റെഡ് സ്കിന്നാണ്, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ ഭാഗം ഞാൻ എൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്, വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യുക. ഈ ഭാഗം തൊട്ട് അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിഹാരവും പെർമനൻ്റ് ആയിട്ട് എങ്ങനെ മാറ്റാമെന്നും പറഞ്ഞു തരാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ആദ്യമൊക്കെ ചെറിയ രീതിയിലായിരുന്നു വന്നിരുന്നത്. അത് ഹോം റെമഡിയൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ലിമിറ്റിന് നമ്മൾ തടഞ്ഞു നിർത്തുമായിരുന്നു. പിന്നീട് ഭയങ്കരമായിട്ട് വേസ്റ്റ് ആവാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറിനെ പോയി കണ്ടു. നെറ്റിയിലും മുഖത്തും താടിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് കുരുകുരാ വന്ന്, പഴുപ്പ് വന്ന്, വേദന വന്ന്, പിന്നീട് മുഖക്കുരു ചക്ക വലുപ്പത്തിലാവാൻ തുടങ്ങി. ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇതെന്താണെന്നൊക്കെ ചോദിച്ച് എന്നോടിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് കോൺഫിഡൻസിനെ ബാധിക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. ബ്യൂട്ടി പാർലറിൽ പോകുന്നു, ഫേഷ്യൽ ചെയ്യുന്നു. പിന്നീട് ഡോക്ടറിനെ പോയി കാണാൻ തുടങ്ങി. കുറേ ആൻറ്റിബയോട്ടിക്സ് തരും, ഓയിൽമെൻറ്റ് തരും, ക്രീംസ് തരും, ഷാമ്പു തരും. ഇതൊക്കെ തേച്ച് തുടങ്ങി. ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല മാറ്റം ഉണ്ടായി. ട്രീറ്റ്മെൻറ്റ് നിർത്തുമ്പോൾ വീണ്ടും പഴയതുപോലെ വരാൻ തുടങ്ങി. പിന്നെ വീണ്ടും പോകും. ഓരോ തവണ പോകുമ്പോഴും മിനിമം 2000 രൂപയെങ്കിലും ആവും. ഇതുകൊണ്ട് ഡോക്ടർ പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടറിനെ കാണാൻ വരുന്നില്ല, മെഡിസിൻ എടുക്കുന്നില്ല. ഇതാണ് ഡോക്ടർ പറഞ്ഞിരുന്ന മറുപടി. അപ്പോൾ ക്ലിയർ സ്കിൻ എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായി മാത്രം ഒതുങ്ങി. ഞാൻ വളരെയധികം ഡിപ്രസ്ഡായി. ഞാൻ ആൾക്കാരുടെ മുന്നിൽ പോവാതായി, ഫങ്ഷൻസിന് പോവാതായി. ആൾക്കാർ ഓരോന്നും എൻ്റെ മുഖം കാണുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ചുമന്നിരിക്കുന്നല്ലോ, അങ്ങനെ വന്നല്ലോ, ഇങ്ങനെ ഞാൻ ആകെ ഡിപ്രഷനായി. മാറി പല ഡോക്ടേഴ്സിനെയും കാണാൻ തുടങ്ങി. ഇതിൽ നിന്നൊരു മോചനം എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് ഞാനങ്ങ് ചിന്തിച്ചു. പലയിടത്ത് ഞാൻ സെർച്ച് ചെയ്ത് യൂട്യൂബ് വീഡിയോ കണ്ടു, പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി, പല കാര്യങ്ങൾ വായിച്ചു. ഒടുവിൽ ഞാൻ മനസ്സിലാക്കിയ കുറേയധികം കാര്യങ്ങളുണ്ട്. എനിക്ക് പെർമനൻ്റായിട്ട് സൊല്യൂഷൻ കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. നമ്മൾ ഈ അടുത്ത കാലത്താണല്ലോ ഗഡ് ഹെൽത്ത് എന്നുള്ളൊരു വാക്ക് തന്നെ കേൾക്കുന്നത്. ഡിസീസ് എല്ലാം വരുന്നത് ഗഡ് ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്താണെന്ന് നമ്മൾ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കി. ഞാൻ കണ്ട ഒരു അലോപ്പതി ഡോക്ടറും എനിക്ക് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷനും പറഞ്ഞു തന്നില്ല. എന്തുകൊണ്ടാണെന്നോ ഗഡ് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു തന്നില്ല. കുറേ മരുന്നും മെഡിസിൻസും ഇങ്ങനെ തരും എന്നുള്ളതേ ഉള്ളൂ. സാമ്പത്തികമായി ഒരുപാട് പുറകിൽ നിന്ന് എനിക്ക് മാസം 2000-3000 രൂപയൊക്കെ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കച്ചവടമാണ്. അലോപ്പതി ആയാലും എന്തായാലും മിക്ക കാര്യങ്ങളും ഒരു കച്ചവടമാണ്. നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഈ മരുന്നും ഈ ഓയിൽമെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിൽക്കുന്നത്? ഐസോട്രിറ്റിനോയിൻ എന്ന് പറയുന്നത് ഈ കാണുന്ന മരുന്ന് ഞാൻ കഴിച്ചിരുന്നു. ഇത് മറ്റൊരു ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് അങ്ങനെ കഴിക്കാൻ പാടില്ല. പിന്നെ ഞാനതങ്ങ് നിർത്തിയപ്പോൾ വീണ്ടും മുഖക്കുരു പഴയതിനേക്കാൾ കൂടുതൽ വരാൻ തുടങ്ങി. പിന്നീട് വീട്ടിനടുത്തുള്ളൊരു മാമി പറഞ്ഞു ക്ലിനിക് സ്കിന്ന് വാങ്ങി തേക്കാൻ. അങ്ങനെ ക്ലിനിക് സ്കിന്ന് വാരി തേച്ചു. അപ്പോൾ നല്ല മാറ്റം ഉണ്ടായി. കുറച്ച് സമയത്തേക്ക് കിട്ടിയ ആശ്വാസം മാത്രമാണ് കേട്ടോ. അത് തേച്ച് കഴിഞ്ഞ് വീണ്ടും വരാൻ തുടങ്ങി. മാറിയതിന് ശേഷം വീണ്ടും പഴയതുപോലെ വരാൻ തുടങ്ങി. പിന്നെ വല്ലപ്പോഴാണെങ്കിൽ പോലും ഡോക്ടറിനെ കാണുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖക്കുരു ആകട്ടെ എന്ത് ഡിസീസ് ആയാലും നമ്മുടെ ഗഡ് ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതാണ് നമ്മുടെ സ്കിൻ, നമ്മുടെ ഹെൽത്ത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ഹെൽത്തി എന്ന് പറഞ്ഞ് കഴിക്കുന്ന പല സാധനങ്ങളും അൺഹെൽത്തിയാണ്. നമ്മൾ എന്ത് കഴിക്കുന്നോ അതിൽ നിന്നാണ് മജ്ജയും മാംസവും രക്തവും എല്ലാം ഉണ്ടാകുന്നത്. നമുക്ക് അസുഖങ്ങളും. ഫ്രൂട്ട്സാണ് കഴിക്കുന്നതെങ്കിൽ അത് ദഹിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചായിരിക്കും നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ജങ്ക് ഫുഡാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ അബ്സോർബ് ചെയ്ത് മറ്റ് കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ന് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡിൻ്റെ ഒരു സ്ഫോടനം തന്നെയാണല്ലോ ഇന്നത്തെ കാലത്ത്. എണ്ണയിലിട്ട് വറുത്തതും പൊരിച്ചതും മൈദയും വനസ്പതിയും കെമിക്കൽസും ഒക്കെ ചേർന്ന പാക്ക്ഡ് ഫുഡ്സും ഒക്കെയാണല്ലോ മിക്കവാറും കഴിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് മാംഗോ മുന്തിരി ജ്യൂസ് നമ്മൾ കുപ്പിയിലടച്ച് ബ്രാൻഡഡ് ആക്കിയ ലേബിൾ ചെയ്ത സാധനം വാങ്ങിച്ച് കുടിക്കും. ഇത് എത്ര നാൾ വരെ ഇരിക്കുമെന്ന് നമുക്കറിയാമോ? സാധാരണ നമ്മൾ വീട്ടിലടിച്ച് വെക്കുന്നത് എത്ര ദിവസം വരെ ഇരിക്കും? ഒരുപാട് നാൾ പോയിട്ട് ഒരു ദിവസം തന്നെ ഇരിക്കില്ല, പിറ്റേന്ന് അവ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ജ്യൂസുകളിൽ ഒരുപാട് നാൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഹൈ കെമിക്കൽസാണ് ചേർക്കുന്നത്. ഇതെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇത് അബ്സോർബ് ചെയ്യും. നമ്മുടെ ആമാശയം അബ്സോർബ് ചെയ്യും, നമ്മുടെ മറ്റ് രക്തക്കുഴലുകൾ അബ്സോർബ് ചെയ്യും.
നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. അനാവശ്യമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഡിസീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള റിസൾട്ട് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പഞ്ചസാരയും കെമിക്കൽസ്, ശരീരത്തിന് വേണ്ടാത്ത എണ്ണ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദഹിപ്പിക്കാനായിട്ടുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല. ഇത് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും സ്പൈസിയായ ടേസ്റ്റിയായ സോസ് ചേർത്ത ആഹാരമൊക്കെ എങ്ങനെ കഴിക്കാതിരിക്കുമെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. മുഖക്കുരു ആവട്ടെ, മറ്റെന്ത് ഡിസീസാവട്ടെ, സ്കിൻ ഡിസീസോ മറ്റ് കാര്യങ്ങളോ, ചൊറിച്ചിലോ താരനോ എല്ലാം ആവട്ടെ, ഇതൊക്കെ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ഒരു സൈനാണ്. ശരീരം വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്ന് കാണിച്ചു തരുന്ന സൈൻ. നമ്മളിത് ഇഗ്നോർ ചെയ്ത് പോയാൽ അതിന് ഒരു സൊല്യൂഷനും കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ പോയി കണ്ട് കുറേ മെഡിസിൻസ് വാങ്ങിച്ച് കഴിച്ചാലൊന്നും ഒരു പൈതയും ഇല്ല. മെഡിസിനൊന്നും ഇല്ലാതെ നല്ലൊരു പെർമനൻ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോ നേച്ചർ ലൈഫ്. അതേ ഉള്ളൂ അതിനൊരു സൊല്യൂഷൻ. മൈദ, വനസ്പതി, എണ്ണയിൽ വറുത്തത്, ചോക്ലേറ്റ്സ്, പാക്ഡ് ഫുഡ്സ്, പ്രിസർവേറ്റീവ്സ്, ഫ്രൂട്ടി, ചോക്ലേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക. ആഹാരം കാണുമ്പോൾ നമുക്ക് തനിയെ വിശപ്പ് വരും. ഈ ഒരു സൈക്കോളജിയുടെ പുറത്താണ് പല ഫുഡ് ബിസിനസ്സുകളും നടന്നു പോകുന്നത്. നമ്മളതിൽ വീഴാതിരിക്കുക. നമ്മുടെ ശരീരം നമുക്ക് വലുതാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നു. 3 നേരവും അരിയാഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക. ആദ്യം 2 നേരം അരിയാഹാരം ആക്കുക. 1 നേരം പച്ചക്കറി, ഫ്രൂട്ട്സ്, നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളാക്കുക. പതിയെ അത് 1 നേരം ആക്കുക. പിന്നീട് വേവിക്കാത്ത ഭക്ഷണം 1 നേരം കഴിക്കുക. 2 നേരം വേവിച്ച ഭക്ഷണം ആക്കുക. അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക. സ്പ്രൗട്ട്സ്, സീഡ്സ് ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. റാഗി 1 നേരം കഴിക്കാം. മില്ലറ്റ്സ് 1 നേരം വേവിച്ച് കഴിക്കുന്ന വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ യോഗ ചെയ്യുക. നല്ല മാറ്റം വരും ശരീരത്തിനും മനസ്സിനും. പിന്നെ ഞാൻ നിർത്തിയ 3 തെറ്റുകൾ. ഫസ്റ്റ്, ഡോക്ടറെ കാണുന്നത് ഞാൻ നിർത്തി. എപ്പോഴും ആൻറ്റിബയോട്ടിക്സും ഓയിൽമെൻറ്റും മറ്റ് കാര്യങ്ങളും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. 2, പുറമേയുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഹോം റെമഡി ആയാലും ശരി, ആരെങ്കിലും പറഞ്ഞു തരുന്ന എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ശരി, അതൊക്കെ വാങ്ങി വാരി തേക്കുന്നത്, അത് നിർത്തി. 3, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങി. അൺഹെൽത്തി ഫുഡ് പൂർണ്ണമായും നിർത്തി. മുഖക്കുരു അല്ല, ഞാൻ വിഷമിച്ച പല കാര്യങ്ങൾക്കും എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി. അത് എനിക്ക് മാത്രമല്ല, അത് ഇങ്ങനെ ചെയ്യുന്ന മിക്കുള്ളവർക്കും നല്ല സൊല്യൂഷനാണ് കിട്ടുന്നത്. നമുക്ക് മെഡിസിൻസിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് ആരെങ്കിലും പറയുന്നത് കേട്ട് വിഷമിക്കേണ്ട, ഒന്നും ചെയ്യണം. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.